ഇപ്പോൾ ഗൈസ് രാവിലെ എണീറ്റു, റെഡി ആയിട്ടുണ്ട്. ഇന്ന് ലോങ്ങേവാല ആദ്യം പോകാമെന്ന് വെച്ചിട്ടാണ്. അതിന് മുന്നേ ഇവിടെ കാപ്പിയും പോഹയും ഉപ്പുമാവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. നോക്കിയിട്ട് വരാം. എനിവേ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 1997 പുറത്തിറങ്ങിയ ബോർഡർ എന്ന് പറയുന്ന സിനിമ ഞാൻ ചെറുതായിരുന്നപ്പോൾ തൊട്ട് കണ്ടതാണ്. ആ സിനിമ കണ്ടപ്പോൾ തൊട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു ലോങ്ങേവാല ഒരു സമയത്തെങ്കിലും കാണണമെന്ന്. ആ യുദ്ധം നടന്ന, ആ സിനിമയിൽ കാണിക്കുന്ന യുദ്ധം നടന്ന സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. അതിന് മുന്നേ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ടെൻറ്റിൽ താമസിക്കുകയാണെങ്കിൽ ദയവായി 2-3 ലെയർ ഉടുപ്പൊക്കെ ഇട്ടിട്ട് വേണം കിടക്കാൻ. കാരണം നല്ല തണുപ്പാണ്, മരുഭൂമിയാണ്, ചൂടാണ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ വരുന്നതെങ്കിൽ അത് വെറും മിഥ്യാധാരണയാണ്. കാരണം രാത്രി ഒരു 11-12 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തണുപ്പങ്ങ് വന്നിട്ട് ഞാൻ 2 കമ്പിളിയും സ്വെറ്ററും എല്ലാം ഇട്ട് കിടന്നാണ് ഉറങ്ങിയത്. പക്ഷേ ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ഇത് മിലിറ്ററിക്കാരുടെ കോൺവോയ് മൂവ്മെൻ്റ് ആണ്. ഇങ്ങനത്തെ കുറേ കോൺവോയ് മൂവ്മെൻറ്റ്സ് നിങ്ങൾ ലോങ്ങേവാലയ്ക്ക് പോകുമ്പോഴത്തേക്കും കാണാനായിട്ട് സാധിക്കും. ജയ്സൽമീറിന് ചുറ്റിനുമായിട്ടും കാണാനായിട്ട് സാധിക്കും. സാം ഡ്യൂൺസിൽ നിന്നും, അതായത് ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്നും ലോങ്ങേവാല വരെ എനിക്ക് 88 കിലോമീറ്റർ ആണുള്ളത്. അവിടെ നിന്ന് തിരിച്ച് ജയ്സൽമീറിലേക്ക് 111 കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ വേറെ റൂട്ടിലാണ് പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, സൈഡിലൊക്കെ നിറച്ചും മരുഭൂമിയാണ്. ആൾപ്പാർപ്പുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ് ഈ റൂട്ടിൽ. എസ്പെഷ്യലി നമ്മൾ ബോർഡറിനോട് അടുക്കുന്നത് കൊണ്ട് തന്നെ. ബോർഡർ എന്ന് പറയുന്നത് തനോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ലോങ്ങേവാല കഴിഞ്ഞ് കുറച്ചുകൂടി പോകണം. തനോട്ടിലുള്ളൊരു ദേവീക്ഷേത്രത്തിനടുത്തായിട്ടാണ് ഈ ബോർഡർ ഉള്ളത്. ഇതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ലോങ്ങേവാല എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് ബ്രേവ് ഹേർട്സ് എന്നാണ് പറയപ്പെടുന്നത്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നടന്ന യുദ്ധം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരെണ്ണമായിരുന്നു. അങ്ങനെ ഞാനിവിടെ കൊണ്ടുവന്ന് വണ്ടിയൊക്കെ പാർക്കിങ്ങിൽ വെച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു ആർമി ഓഫീസർ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ID കാർഡ് മേടിച്ച് പരിശോധിച്ചു. അവിടെ ആദ്യം ഒരു വാർ മെമ്മോറിയൽ ഉണ്ട്. അതിൽ നമുക്ക് കയറാനായിട്ട് ടിക്കറ്റൊന്നും വേണ്ട, ഫ്രീ ഓഫ് കോസ്റ്റാണ്. അത് കഴിഞ്ഞിട്ടൊരു മ്യൂസിയം ഉണ്ട്, അതിൽ കയറാനായിട്ടൊരു ടിക്കറ്റ് എടുക്കണം. അപ്പോൾ വാർ മ്യൂസിയത്തിൽ കയറുമ്പോൾ തന്നെ അവിടെ യുദ്ധത്തിൻ്റെ ഡീറ്റെയിൽസും അവിടെ ജയ് ജവാൻ എഴുതി വെച്ചിട്ടുണ്ട്. മരണപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേര്, അവരുടെ ഫലകങ്ങൾ, പേരെല്ലാവരുടെയും എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് പേരുടെ പ്രതിമകളുണ്ട്. 23 പഞ്ചാബ് എന്ന് പറയുന്ന റെജിമെൻ്റ് ആയിരുന്നു അന്ന് ഇവിടെ ഫൈറ്റ് ചെയ്തത്. ശരിക്കും കുൽദീപ് സിംഗ് എന്ന് പറയുന്ന മേജറിൻ്റെ കീഴിൽ 120 പട്ടാളക്കാർ, ഇന്ത്യൻ പട്ടാളക്കാർ 1000-ഓളം വരുന്ന പാകിസ്ഥാൻ ടാങ്ക് സേനയെ ഒരു രാത്രി 1971 യുദ്ധത്തിൽ ചെറുത്ത് നിർത്തിയത് ഇവിടെ വെച്ചിട്ടായിരുന്നു. അതിൻ്റെ അടുത്ത ദിവസം എയർഫോഴ്സ് വന്നവരെ തകർത്ത് തരിപ്പണമാക്കി പാകിസ്ഥാൻകാർ തിരിച്ചു വിടുകയാണ് ഉണ്ടായത്. പക്ഷേ ആ യുദ്ധത്തിൽ ഇന്ത്യക്കാർക്ക് കുറേ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട് ഇന്ത്യക്കാരുടെ. അന്ന് ഇന്ത്യക്കാർ യൂസ് ചെയ്തിരുന്ന ടാങ്കുകളും എയ്റോപ്ലെയിനുകളും അതേപോലെ എയർഫോഴ്സിൻ്റെ എയ്റോപ്ലെയിനുകളും തോക്കുകളും ഒക്കെയാണ് ഇവിടെ ആദ്യത്തെ പാർട്ടിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇന്ത്യൻ ടാങ്കാണ്. ഇതന്ന് ഇന്ത്യക്കാർ യൂസ് ചെയ്തിരുന്നതാണ്. പക്ഷേ ഇന്ത്യക്കാർക്ക് വളരെ കുറച്ച് ടാങ്കുകൾ തകർക്കുന്ന തോക്കുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 120 against 1000 എന്ന് പറയുന്ന സ്ട്രെങ്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതൊരു അമ്പലവും അതിന് ചുറ്റുമായിട്ടൊരു മെമ്മോറിയൽ പോലെ പണിതിരിക്കുന്നതാണ്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം ഷെല്ലിങ്ങിൽ പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു പാട്രിയോട്ടിക് ഫീൽ നമുക്ക് തോന്നും. എൻ്റെ ലൈഫിലെ വളരെ നീണ്ട നാളത്തെ ഒരു ആഗ്രഹമായിരുന്നത്. ഇത് പാകിസ്ഥാൻകാർ ഇവിടെ കളഞ്ഞിട്ട് തിരിച്ചോടിയപ്പം പോയ പാകിസ്ഥാൻ ടാങ്കാണ്. ഇതുപോലെ കുറേ പാകിസ്ഥാൻ ടാങ്കുകളും അവരുടെ ജീപ്പുകളും ഒക്കെ ഇവിടെ ഇന്ത്യക്കാർ നമ്മുടെ പ്രൈഡിന് വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവരിവിടെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോയ, അവർക്ക് അതുപോലും തിരിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർഫോഴ്സിൻ്റെ യുദ്ധം വന്നപ്പോഴത്തേക്കും ടാങ്കുകൾ പുതഞ്ഞു പോവുകയും അത് അവർക്ക് തിരിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു. ഇതെല്ലാം ഇന്ത്യയുടെ അഭിമാനമായിരുന്ന അന്ന് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടാങ്കുകളാണ്. കുറേയൊക്കെ റഷ്യൻ ആൻഡ് ബെൽജിയം മെയ്ഡാണ്. അതിൽ എഴുതിയിട്ടുണ്ട് ഓരോ ടാങ്കുകളുടെയും തോക്കുകളുടെയും കീഴിൽ എന്താണ് അത്, അതിൻ്റെ മേക്കിംഗ് എവിടെയാണ്, എങ്ങനെയാണ് യൂസ് ചെയ്തിരുന്നതെന്നൊക്കെ ഉണ്ട്. ഇത് അന്ന് പറത്തിയിരുന്ന എയർഫോഴ്സിൻ്റെ ഒരു വിമാനത്തിൻ്റെ മോഡലാണ്. ഈ റോഡ് നേരെ പോകുന്നത് തനോട്ടിലേക്കും അവിടെ നിന്ന് പാകിസ്ഥാനിലേക്കുമാണ്. ഇന്ത്യ വിഭജനത്തിൻ്റെ സമയത്താണ് ഇതിന് ശേഷം ബോർഡർ വരച്ചത്. ഇവിടെ ചെല്ലുമ്പം ക്ലിയർ ആയിട്ടൊരു ബോർഡർ ഇല്ലെങ്കിലും മിലിറ്ററിക്ക് അറിയാം അവരുടെ ഡിസ്റ്റൻസ് എവിടെ വരെ ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് ഈ നീണ്ട ക്യൂ കടന്നു വേണം നമുക്ക് അടുത്ത ലോങ്ങേവാല വാർ മ്യൂസിയത്തിലേക്ക് കയറാനായിട്ട്. ഇവിടെ ടിക്കറ്റ് എടുക്കണം. 50 രൂപയാണ് ടിക്കറ്റ് വരിക. അത് നമ്മൾ കോംബോ എടുക്കുകയാണെങ്കിൽ
അതല്ല നിങ്ങൾക്ക് ജീപ്പിന് പോകണമെങ്കിൽ അതുമുണ്ട്. ഇവിടെ പക്ഷേ UPIയും കാർഡും മാത്രമേ എടുക്കുകയുള്ളൂ, പൈസ എടുക്കില്ല. ഈ വാർ മ്യൂസിയത്തിനകത്തേക്ക് നമുക്ക് വീഡിയോഗ്രാഫി ഒന്നും അപ്രൂവ്ഡ് അല്ല. അന്നത്തെ യുദ്ധത്തിൻ്റെ ടാക്ടിക്സും അവർ യൂസ് ചെയ്തിരുന്ന തോക്കുകൾ, അവർ യൂസ് ചെയ്തിരുന്ന വസ്ത്രങ്ങൾ, പാകിസ്ഥാൻകാരുടെ കയ്യിൽ നിന്ന് എടുത്ത സാധനങ്ങൾ, ഇതൊക്കെയാണ് അതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴെ ബങ്കർ പോലെ ഒരു സ്ഥലത്തിനകത്തൊരു തിയേറ്റർ ഉണ്ട്. ശരിക്കും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ആ തിയേറ്ററിനകത്ത് അന്നത്തെ യുദ്ധത്തിൻ്റെ ഡീറ്റെയിൽസും അന്ന് ആരൊക്കെ മരണപ്പെട്ടു, എന്തായിരുന്നു നമ്മുടെ സ്ട്രാറ്റജി, ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ഇത് പാകിസ്ഥാനെ തകർക്കാനായിട്ട് ഇന്ത്യ ഉപയോഗിച്ചിരുന്ന ലോങ് റേഞ്ച് ജീപ്പുകളിലൊന്നാണ്. മധുരാദാസ് എന്ന് പറയുന്ന ഒരു ലഫ്റ്റനൻറ്റ് ലാൻസ് നായിക്കാണ് ഇത് യൂസ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ടാങ്കുകളും ഇതിനകത്ത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ ആ വശത്തെ ഡെസേർട്ട് കടന്നാണ് പാകിസ്ഥാൻ അന്ന് ഇന്ത്യയിലേക്ക് കയ്യേറിയത്. ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം നടന്ന സമയത്ത് ഇന്ത്യ ബംഗ്ലാദേശിനെ വിഭജിക്കാനായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയും അവിടുന്ന് ശ്രദ്ധ തിരിക്കാനായിട്ടാണ് ശരിക്കും ലോങ്ങേവാലയിലേക്ക് അവർ വന്നത്. ഇത് നിങ്ങൾ കണ്ടാലറിയാം. ഡു നോട്ട് ലിറ്റർ എന്ന് എഴുതിയതിൻ്റെ തൊട്ട് താഴെ ഇവിടെയും വേസ്റ്റ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സോനിയർ ഷോപ്പ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുന്ന് സാധനങ്ങൾ മേടിക്കാം. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് വിശന്നു. അപ്പോൾ ബോർഡർ കഫേ എന്ന് പറഞ്ഞ് മിലിറ്ററി തന്നെ നേരിട്ട് നടത്തുന്ന ക്യാൻറ്റീൻ ഉണ്ട് അവിടെ. ഇത് കൂടാതെ കുറേ ക്യാൻറ്റീൻസ് ഉണ്ട്, എല്ലാ മിലിറ്ററിക്കാർ തന്നെയാണ് നടത്തുന്നത്. ചിലത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടൊരു ഛോലെ ഭട്ടൂരയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. പക്ഷേ ഇവിടെയും നിങ്ങൾ മാക്സിമം പൈസ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പൈസ കൊടുത്ത് ടോക്കൺ എടുത്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ഫുഡ് സെർവ് ചെയ്യും. നമ്മൾ തന്നെ സെൽഫ് സർവീസാണ് കൊണ്ടുവന്ന് കഴിച്ചിട്ട് വേസ്റ്റ് എടുത്ത് കളയുക എന്നുള്ളതാണ് രീതി. പക്ഷേ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പല സ്ഥലത്തുനിന്ന് വന്ന് ഇതുപോലെയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് അവിടെ ചെയ്യുന്നതെന്ന് പറയുന്നതിൽ സങ്കടമുണ്ട്. നമ്മൾ കാണിക്കുന്ന മാതൃകയാണ് മുന്നോട്ടുള്ള തലമുറകൾ കാണിക്കേണ്ടതെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ഞാനത് കഴിഞ്ഞ് അവിടെ നിന്നൊരു സമൂസയും കൂടി മേടിച്ച് കഴിച്ചു. കാരണം മറ്റേത് കഴിച്ചിട്ട് എനിക്ക് വയറ് നിറഞ്ഞിട്ടുണ്ടായില്ല. രാജസ്ഥാനി ഫുഡിന് പൊതുവേ കുറച്ച് എരിവ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം എരിവ് കഴിക്കുന്ന ഒരാളാണ്, എന്നാലും എരിവ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഞാൻ വേറൊരു റൂട്ട് വഴി ഥാർ ഡെസേർട്ട് തന്നെ കടന്നാണ് തിരിച്ച് ജയ്സൽമീറിലേക്ക് പോകുന്നത്. ജയ്സൽമീറിലേക്ക് ഇന്ന് പോയി അവിടെ 2 സ്പോട്ടും കൂടി കണ്ടിട്ട് വേണം എനിക്ക് രാത്രിയിലത്തെ ട്രെയിൻ പിടിക്കാൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 1:15 ഉള്ളൂ. നല്ല നീണ്ട റോഡാണ്, ക്ലിയർ ആയിട്ടുള്ള റോഡാണ്. അതേപോലെ തന്നെ ആർമി മൂവ്മെൻറ്റ്സ് നടക്കുന്ന റോഡായതുകൊണ്ട് ഒട്ടും മോശം പറയാനേ ഇല്ല. കുഴികളെന്ന് പറയുന്ന സംഭവങ്ങളേ ഇല്ല. നമ്മൾ പോകുന്ന വഴി ഇതുപോലെ വിൻഡ് എനർജി ഹാർവെസ്റ്റ് ചെയ്യുന്ന കുറേ സ്ഥലങ്ങൾ കാണാനായിട്ട് സാധിക്കും. ലോങ്ങേവാല പോകണം എന്നുള്ളത് എല്ലാ ഇന്ത്യക്കാരുടെയും ഞാൻ പറയുന്നു. നിങ്ങൾ ഒരു വട്ടമെങ്കിലും പോയി കണ്ടിരിക്കേണ്ട, നമ്മുടെ മിലിറ്ററിക്കാർ നമുക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ദാനങ്ങളുടെ, അവരുടെ ജീവത്യാഗത്തിൻ്റെയൊക്കെ കഥ പറയുന്നൊരു സ്ഥലമാണ്. നിങ്ങൾ പോയി കാണുക. അപ്പോൾ ഹാവ് യു ബീൻ ഹിയർ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.